ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഹെമിനെയും ഹാസിനെയും ഉറക്കിയിട്ട് ഒരു 3 മണിക്കായപ്പം കിച്ചണിലേക്ക് പോയതാണ് വൈകുന്നേരം. സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം ഒരു ഉറങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. സ്വതവേ ഞാൻ പഴം കോഴിമുട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു എണീറ്റതിന് ശേഷമാണ് പോയി ആക്കൽ. പക്ഷെ ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ ഞാൻ ഓരോ എണീക്കുന്നതിന് മുന്നേനൊക്കെ സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിതാ സേമിയ പായസമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വന്നാൽ സേമിയം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സേമിയ ഞാൻ സ്റ്റോറിൽ പോകുമ്പോൾ വാങ്ങിച്ചതാണ്. ഇതൊരു ചെറിയ സേമിയ കേട്ടോ, പക്ഷേ കുറച്ച് വേവുള്ള പോലെ തോന്നി. നല്ലോണം കുക്ക് ചെയ്യണം. അപ്പം ഈ ഒരു സേമിയ ഉണ്ടെങ്കിൽ നമുക്ക് പായസം അതുപോലെ തന്നെ ന്യൂഡിൽസ് അതൊക്കെ ആക്കി വെക്കാം. അതവിടെ ലൂസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ സേമിയ ഒന്ന് നല്ലോണം കുക്കാക്കിയിട്ട് അതിലത്തെ വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റിയിട്ട് നമുക്ക് പിന്നെ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ ഈ പായസമൊക്കെ ആക്കിയെടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം സേമിയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കാരമൽ പായസമായിട്ട് ഉണ്ടാക്കുന്നത്. കാരമൽ സേമിയ പായസം അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് എമിൻക്ക്. അത് കണ്ടാൽ മതിയോ എനിക്ക്. ഭയങ്കര ഹാപ്പിയാണ് ആളോട്ടോ ഈ ഒരു പായസം ഞാനാക്കി കൊടുത്താൽ. അപ്പോൾ ഞാനിതാ നമ്മളെ സേമിയം വേവിച്ച അതേ പാത്രം ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇങ്ങനെ കാരമൽ ആക്കിയിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ കാരമൽ ഉണ്ടല്ലോ, അത് കരിഞ്ഞു പോയാൽ നമ്മളെ പായസം മൊത്തത്തിൽ കൊള്ളാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ പഞ്ചസാര ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ടല്ല, ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ അതാ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് പാൽ ഒഴിച്ച സമയത്ത് തന്നെ ഈ മെൽറ്റായി വന്ന ക്യാരമൽ ഒന്ന് കട്ട പിടിക്കും. എന്നിട്ട് പാൽ ചൂടാകുന്ന സമയത്ത് അതൊന്നുകൂടെ മെൽറ്റായി വന്നോളും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിന്നാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് ആകുമ്പം ഈ പാലിൻ്റെ കളറൊന്നും മാറി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാനും അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരമലൊക്കെ ഒന്നുകൂടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച സേമിയ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ എന്താ പറയുക കാഷ്യൂസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ അത്ര ഇഷ്ടമില്ല പായസത്തിൽ ഇങ്ങനെ കാഷ്യൂസ് ഒന്നും ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയിട്ടില്ല. ഞാൻ ഈ ഒരു പായസത്തിലേക്ക് തന്നെ ബട്ടർ അങ്ങനെ തന്നെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വൈകുന്നേരം അധികം നേന്ത്രപ്പഴം തന്നെ കൊടുക്കൽ. അതൊന്നെങ്കിൽ വാട്ടി കൊടുക്കും, അല്ലെങ്കിൽ കോഴിമുട്ട ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പായസമാക്കി കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഇതാ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് പാല് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് സേമിയം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഷുഗർ നിങ്ങളൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി. ഷുഗർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിച്ച സേമിയം ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, നല്ല തിക്കായി പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് എന്താക്കി അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ബാക്കി വന്നത് ഇനിയിപ്പം അത് പിറ്റേന്ന് ഒരാൾക്ക്, അതായത് ഹെമിക്ക് നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയാണ് കേട്ടോ എനിക്ക് ബാക്കി സേമിയം വന്നത്. അപ്പോൾ ഞാനത് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ ഷുഗറിൻ്റെതൊക്കെ. പക്ഷേ ഞാൻ പിന്നെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല.
കാരണം ഇവിടെ മക്കൾക്കായിക്കോട്ടെ ഞാൻ അങ്ങനെ ഷുഗർ കൊടുക്കലില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെപ്പം സേമിയ പായസം ആയിക്കോട്ടെ ഏത് പായസം ആയിക്കോട്ടെ ഇങ്ങനെ ക്യാരമൽ ചെയ്തിട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിൽക്ക് മേഡൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് മിൽക്ക് മേഡൊക്കെ ചേർത്ത പോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ക്യാരമൽ ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ചോദിക്കും മിൽക്ക് മേഡ് ഇട്ടിക്കണോ, കാരണം ഇത് നല്ല തിക്കായി വരും. പിന്നെ ഇത് നമ്മളിങ്ങനെ ഓഫൊക്കെ ആക്കി വെക്കും തോറും ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരും കേട്ടോ. അപ്പം ഞാനിതാ നല്ലോണം പാലൊക്കെ തിളച്ച് സേമിയൊക്കെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഒന്ന് കുറച്ച് ഡ്രസ്സ് ഞാൻ മക്കളത് മഴ നന്നായിട്ട് ഉണങ്ങുന്നേ ഇല്ല, അപ്പം ഞാൻ കുറച്ച് കാറിൻ്റെ മുകളിൽ കുടയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ടെന്ന് ഞാൻ പായസത്തിനൊന്ന് പോയി നോക്കിയിട്ടോ. മക്കൾ എണീക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് തുറന്നു നോക്കി. നല്ല അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തതിനോണ്ട് തന്നെ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഭയങ്കര മധുരമാണ്, വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് എനിക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കേട്ടോ ശ്രദ്ധിച്ചത്, ഞാനിപ്പം ഈ വെയർ ചെയ്തിട്ടുള്ള ഗൗൺ ഉണ്ടല്ലോ, ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം കിച്ചണിൽ തന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. അപ്പം ഈ ഒരു ഗൗണിന് ആകെ 500 റുപ്പീസിൻ്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ. പക്ഷെ നല്ല അടിപൊളിയായിട്ടോ, നേരിട്ട് കാണാൻ നല്ല കംഫർട്ടാണ് ഇത് വിയർ ചെയ്യാനും. എന്താ പറയുക, കൈയും ഫുൾ സ്ലീവാണ്, എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു പഫ് പോലെ വരുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിതാ TV ഒക്കെ കണ്ടിട്ട് പായസം അങ്ങനെ കുറച്ചിരുന്ന് കുടിക്കാൻ വിചാരിച്ചു. കാരണം മക്കൾ രണ്ടാളും നല്ലോണം ഉറക്കാണ് കേട്ടോ ഞാൻ പോയി നോക്കിയ സമയത്ത്. പിന്നെ സോഫമ്മൽ ഇപ്പം ഉള്ള ടർക്കി ഉണ്ടല്ലോ, അതല്ല കേട്ടോ, അത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇങ്ങനെ പിരിച്ചിടുന്നതാണ്, വേറെ ആണ് കേട്ടോ. അത് അലക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് മാത്രമേ ഇതിങ്ങനെ പിരിക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ സേമിയ പായസമൊക്കെ ഇങ്ങനെ TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കാനേ. ആ സമയത്ത് മുനിർക്ക വന്ന്, അപ്പോൾ ഞാൻ പിന്നെ മുനിർക്കും എല്ലാവർക്കും പായസമൊക്കെ എടുക്കുകയാണ്. അപ്പോഴത്തേന് മക്കളും എണീച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഒരു പായസം കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. എന്താ പറയുക, നമ്മളിങ്ങനെ ക്യാരമലാക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ബട്ടർ ചേർക്കുന്നതിനോണ്ടൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പായസം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടത്. ഹെമിക്ക് പിന്നെ ഇതാ ഈ പായസം എന്ന് പറഞ്ഞാൽ മതി, ഭയങ്കര ഹാപ്പിയാണ് ഓന്. വേറെ എന്തെങ്കിലും ഫുഡാണെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കുന്ന കേട്ടോ, ഫുഡ് കഴിക്കാൻ വാ. പായസമാണെങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൻ തന്നെ വന്ന് അങ്ങ് കഴിച്ചു പോയിക്കോളും. ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് ഈ ഒരു പായസം. ഹാസിൻക്കും അതുപോലെ തന്നെ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യം കൊലായിലിങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പായസം ഉണ്ട് വാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ അകത്തേക്ക് വന്നിട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ പായസം കുടിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ മോനിക്ക് ഫുഡ് ഓനിക്ക് തന്നെ കഴിക്കാൻ അങ്ങനെ കൊടുക്കും കേട്ടോ, ഒന്ന് കഴിച്ച് ശീലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഓൻ തന്നെ കഴിക്കും. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇങ്ങനത്തെ കുട്ടി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാനിനി വരുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.